മസ്റ്റ് വാച്ച് പടമാണ്. ഇതൊന്നും കാണാൻ ആളില്ലെന്നുള്ളതാണ് വിഷമം. ലവ് ആൻഡ് ലാഫ് എന്നാണ് പ്രൊമോഷനിൽ സംവിധാനം പറഞ്ഞത്. ലവ് ആൻഡ് ലാഫ് അല്ല, കറേണ്ടി വരുന്ന സീനുണ്ട്, അതുകൊണ്ട് കറേണ്ടി വരും. ചുമ്മാ ഈ അടി ഇടിയെല്ലാം കണ്ട് മടുത്തവർക്ക് നല്ല നൈസായിട്ട് വന്നിട്ട് കണ്ടിട്ട് പോകും. ചുമ്മാ വയലൻസ് ആയിട്ട് സമയം കളയാനെക്കാട്ടി ഇതല്ലേ ബെറ്റർ. 10 റേറ്റിംഗിൽ 10 കൊടുക്കാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. ഇഷ്ടപ്പെട്ട് നല്ല പടം, നല്ല കുടുംബചിത്രം. ഈ അടുത്ത ദിവസങ്ങളിൽ ഇറങ്ങിയ പടത്തിൽ നല്ല പടം, നല്ല പടമാണ്. കുടുംബചിത്രമാണ്. പടം നല്ല പടമാണ്. നല്ല പടം, നല്ല സിനിമ, നല്ല ഫാമിലി. ഒരു ഫാമിലിയിലുണ്ടാവുന്ന എന്താ പറയുക, ഒത്തൊരുമ, സ്നേഹവും കൂടുതൽ പ്രകടിപ്പിക്കുന്നു. പടം അടിപൊളിയായിരുന്നു. നല്ല കോമഡി എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. നല്ല ഇമോഷണലി കൊണ്ടുപോകുന്ന ഒരു പടമായിരുന്നു. ഇതൊക്കെ മസ്റ്റ് വാച്ച് പടമാണ്. ഇതൊന്നും കാണാൻ ആളില്ലെന്നുള്ളതാണ് വിഷമം. സത്യം, ഇത് എനിക്ക് ഇത്രയും നല്ലൊരു പടം ഞാൻ ഈ വർഷം കണ്ടിട്ടില്ല. അത്രയും അടിപൊളി പടമാണ്. ഭയങ്കര കരയാനൊക്കെ ഉള്ളതുകൊണ്ട്, കുറേ ചിരിക്കാനുണ്ട്. നമ്മളെ ഫാമിലി ആയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കുറേ അടിപൊളിയാണ്. ഇതൊക്കെ കാണാൻ ആളില്ലാതെ പോയി. ഇതൊക്കെ ഓടി2-ലാണ് കിടക്കുന്നത്. ഇതൊക്കെ വലിയ തിയേറ്ററിൽ വരേണ്ടതാണ്. ചെറുതായി കുറേ കൂടെ നല്ല ടൂറിസ്റ്റ് ഫാമിലി എന്നുള്ള ചിത്രം കണ്ടു. അത് കാണണമെന്ന് തോന്നിയത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഈ സംവിധായകൻ, പ്രായം കുറച്ച് സംവിധായകൻ, എനിക്ക് തോന്നുന്നു സംവിധായകൻ നമ്മുടെ ആവേശത്തിലെ മിഥുൻ, പിന്നെ അതോടൊപ്പം തന്നെ ഇതിലെ നായകനായ ശശികുമാർ, അദ്ദേഹവും വന്നൊരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ ഇൻ്റർവ്യൂവിൽ ആങ്കറായിട്ട് പോയ ഞാനാണ്. അപ്പോഴേ തന്നെ നിശ്ചയിച്ച പടം കാണണം. ഉറപ്പായിട്ട് നമ്മൾ ഏതൊരു മനുഷ്യനും കണ്ടിരിക്കേണ്ട പടം. എല്ലാവരും പറയും, എല്ലാ മലയാളിയും കണ്ടിരിക്കേണ്ട പടം, ഏതൊരു മനുഷ്യനും കണ്ടിരിക്കേണ്ട പടം. ഇതിൽ ക്യാരക്ടേഴ്സൊന്നുമില്ല, എല്ലാം മനുഷ്യരാണ്. ശ്രീലങ്കൻ അഭയാർത്ഥിയുടെ പ്രശ്നമൊക്കെ എനിക്ക് തന്നെ തോന്നുന്നു. വേർതിരിവുണ്ടല്ലോ, പല രാജ്യങ്ങളുടെ അഭയാർത്ഥി നമ്മൾ വേർതിരിവുണ്ട്. ആ വേർതിരിവ് ശരിയല്ലെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ചിത്രം. വളരെ മനോഹരമായ ചിത്രം. അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ലവ് ആൻഡ് ലാഫ് എന്നാണ് പ്രൊമോഷനിൽ സംവിധാനം പറഞ്ഞത്. ലവ് ആൻഡ് ലാഫ് അല്ല, ഇമോഷണൽ സെൻറ്റിമെൻറ്റ്സ്. അത് ഓരോ സീനിലുണ്ട്, നിശബ്ദതയിലുണ്ട്, മ്യൂസിക്കിലുണ്ട്. ഉറപ്പായിട്ടും ഒരു ചലച്ചിത്ര മാധ്യമപ്രവർത്തനമായിട്ട് പറയുന്നതല്ല, എൻ്റെ ഒരു കോയിൻസിഡൻസ് എന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് ഞാൻ പ്രൊമോഷൻ എടുത്തിട്ട് ഞാൻ മറ്റൊരു മീഡിയയിൽ സംസാരിക്കുകയാണ്. എല്ലാവരും ഉറപ്പായിട്ട് എല്ലാ മീഡിയ ഇത് പ്രൊമോട്ട് ചെയ്യണം. എല്ലാ മനുഷ്യരും തിയേറ്ററിൽ പോയി പടം കാണും. ടൂറിസ്റ്റ് ഫാമിലിയോടെ കാണാൻ പറ്റിയ, അടുത്ത കാലത്ത് കണ്ട ഉദാത്തമായ ചലച്ചിത്ര സൃഷ്ടിയാണ്. ഫാമിലിയായിട്ട് കാണാനുള്ള പടമാണോ? ഇത് നല്ല പടമായതുകൊണ്ട് ഫാമിലിയായിട്ട് കാണാൻ സൂപ്പർ പടമാണ്. നമ്മൾ ചില ഇതിൽ കറേണ്ടി വരുന്ന സീനുണ്ട്, അതുകൊണ്ട് കറേണ്ടി വരും. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു നൈസ് മൂവിയാണ്, ഫീൽ ഗുഡ് മൂവിയാണ്. ചുമ്മാ ഈ അടി ഇടിയെല്ലാം കണ്ട് മടുത്തവർക്ക് നല്ല നൈസായിട്ട് വന്നിട്ട് കണ്ടിട്ട് പോകും. പടം നൈസാണ്, വേറെ ബോറിങ് കാര്യങ്ങളൊന്നുമില്ല. ചുമ്മാ വയലൻസ് ആയിട്ട് സമയം കളയാനെക്കാട്ടി ഇതല്ലേ ബെറ്റർ. ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞാൽ ഞാനൊരു കഴിഞ്ഞൊരു 2 കൊല്ലത്തിനിടയിൽ ഞാൻ ഇത്രയും ഭംഗിയായിട്ടുള്ള നല്ലൊരു മൂവി കണ്ടിട്ടില്ല. മലയാളത്തിലും തമിഴിലുമായിട്ട് അത്ര നല്ലൊരു മൂവിയാണ്. സൂപ്പറാണ്. എന്ന് പറയുമ്പോൾ 10 റേറ്റിംഗിൽ 10 കൊടുക്കാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. പിന്നെ ഇതിലെ കഥാപാത്രം, നമ്മൾ സിനിമ കണ്ട് ഇറങ്ങുമ്പം ഇതിലെ ഓരോ കഥാപാത്രവും നമ്മളെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകില്ല. അതിങ്ങനെ നമ്മളെ ഹൃദയത്തിൽ അങ്ങ് ഒട്ടിയിരിക്കുന്ന കഥാപാത്രങ്ങൾ അത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മൾ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ നായികയൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ, അല്ലെങ്കിൽ വില്ലനെയൊക്കെ ആയിരിക്കും നമ്മളെ മനസ്സിൽ തങ്ങിക്കുന്നത്. ഇതിൽ അങ്ങനെയല്ല, എല്ലാവരും നമ്മുടെ മനസ്സിലങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ അതിലൊരു പട്ടിക്കുട്ടിയാണ്. ആ പട്ടിക്കുട്ടി പോലും നമ്മൾ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ കയറും. കാരണം എനിക്കൊന്ന് തമിഴിൽ കഴിഞ്ഞൊരു 8-10 കൊല്ലത്തിനിടയിൽ ഇറങ്ങിയ ഏറ്റവും നല്ല ഫീൽ ഗുഡ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഭംഗിയായിട്ട് എഴുതുന്നത്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു, മലയാളത്തിലും ഇതുപോലെ ഈ അടുത്ത കാലത്തെങ്കിലും ഇത്രയും നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടില്ല. പിന്നെ ശശികുമാർ ആയാലും സിമ്രനായാലും പിന്നെ അവരുടെ ഇളയ മോനായിട്ടൊരു പയ്യൻ അഭിനയിച്ചു, ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് കോമഡി ആ പയ്യൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ പാട്ടുകൾ, നല്ല പാട്ട്, നമ്മളെ മനസ്സിൽ തട്ടുന്ന അല്ലെങ്കിൽ വളരെ ഇമ്പമാർന്നുള്ള നല്ല പാട്ടുകളുണ്ട്. പിന്നെ നമ്മുടെ രോമാഞ്ചത്തിലെ ആ പയ്യൻ ബിബിൻ, അത് തന്നെ അവൻ, ആ പയ്യനാണെങ്കിൽ ശശികുമാറിൻ്റെയും സിമ്രൻ്റെയും മൂത്ത മോനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ഇങ്ങനെ മലയാളത്തിലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശ്രീജ രവി, അവർ ഒരു കഥാപാത്രം, ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് അവരുടെ കഥാപാത്രം. ഇതെനിക്ക് തോന്നുന്നു ഇത് മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ചില സിനിമകൾ ഹിറ്റാവുമല്ല, അങ്ങനെ ഹിറ്റാവാൻ സാധ്യതയുള്ള അത് എൻ്റെ നിർമ്മാതാക്കളെയും ഡയറക്ടറെയും സമ്മതിക്കണം. കാരണം പ്രത്യേകിച്ച് സൂര്യയുടെ ഒരു റെട്രോയുടെ കൂടെ ഈ സിനിമ ഇറക്കി. ഇന്നലെ ഞാൻ റെട്രോയും കണ്ടു, ആ പൈസ കൊടുത്ത് ഇന്നലെ കണ്ടിട്ട് ഇന്ന് അത് ഒന്നുകൂടെ കണ്ടാൽ മതിയായിരുന്നു എന്ന് ചോദിക്കും. അത്രയ്ക്ക് നല്ലൊരു മൂവിയാണ്. മലയാളത്തിലായാലും തമിഴിലായാലും ഞാൻ ഈ ഇടയ്ക്ക് കണ്ട ഒരു ഏറ്റവും നല്ലൊരു സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. വളരെ നല്ല സിനിമ എന്ന് പറയുമ്പോൾ അതിൽ നമ്മളെ കരയിപ്പിക്കുന്ന രംഗങ്ങളുണ്ട്, നമ്മളെ ഒരുപാട് പൊട്ടിച്ചിരിപ്പിക്കുന്ന സീനുകളുണ്ട്, നമ്മളെ ചിന്തിപ്പിക്കുന്ന സീനുകളുണ്ട്. അത്രയ്ക്ക് നല്ലൊരു മൂവിയാണ്, വളരെ നല്ല മൂവിയാണ്. ഒരു തരുമ്പ് പോലും നെഗറ്റീവ് പറയാനില്ലാത്ത അത്ര നല്ലൊരു മൂവിയാണ്.